അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ, ഇരുലോക ആഫിയത്ത് കൊടുക്കുന്നവരിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ എഫദിൻ്റെ കുടുംബം കമൻറ്റിൽ എത്ര സന്തോഷമാണ് പറയുന്നത്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നു. നമ്മുടെ മജ്ലിസ് ക്ലാസ്സൊക്കെ മുടങ്ങാതെ കേൾക്കുന്നു. നല്ല സപ്പോർട്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പരാജയങ്ങളും മാറ്റി അല്ലാഹു പരിപൂർണമായ ഫൗസ്, സലാമത്ത്, ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ, ബർസഖ് അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാസദാസിമാരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിനോട് എന്തും ചോദിക്കാം. അള്ളാഹു ഒരു പ്രത്യേകമായ അവസരം ഒരുക്കി തരികയാണ്. അതാണ് പരിശുദ്ധമായ വാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന നേരം. കാരണം അള്ളാഹുവിനോട് എന്തും ഒരു വിശ്വാസി കൽബ് തുറന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ഉടൻ അതിനെ സ്വീകരിക്കുകയും അതിന് മറുപടി ഉടൻ തരികയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മൂമെൻറ്റ്. അത് വലിയ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ. അതെല്ലാ സമയത്തും ഉണ്ടാകില്ല. ഈ പ്രത്യേകമായൊരു മൂമെൻറ്റ്, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നേരം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്നും നമുക്ക് ഉലമാ പറഞ്ഞു തരുന്നുണ്ട്. ആകാശത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും. ഫിൻതാനിമാ തുറദ്ദാൻ, രണ്ട് നേരത്തുള്ള നിങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ ദുആ അത് അള്ളാഹു തള്ളിക്കളയില്ല. അതുകൊണ്ട് എന്തു പ്രയാസം, വിഷമം, അത് സാമ്പത്തികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, കുടുംബപരമായിക്കോട്ടെ, ജോലി സംബന്ധമായിക്കോട്ടെ, എവിടെയെല്ലാം നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ ആ പരാജയം പാടെ മാറ്റിയിട്ട് വിജയികളുടെ, മുഫ്ലിഹീങ്ങളുടെ ട്രാക്കിലേക്ക് നമുക്ക് എളുപ്പം കയറാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു ദുആ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ക് വിളിക്കുന്നതിന് മുമ്പല്ല, ശേഷമല്ല, വാങ്ക് വിളിക്കുന്നതിനിടയിൽ ഒരു ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ വാങ്ക് വിളിക്കുന്നതിന് മുമ്പോ ശേഷമൊക്കെ നമ്മൾ ദുആരക്കും ആണല്ലോ. എന്നാൽ വാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയിൽ ദുആ ചെയ്യാൻ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. എന്താണ് ദുആ എന്നറിയില്ല, എവിടെയാണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. രണ്ട് നേരത്തെ ദുആക്ക് വലിയ ഇജാബത്താണ്. ഒന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, രണ്ട് വാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും ആ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വേളയിലുള്ള ആ മനോഹരമായ സന്ദർഭം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലൈഫിൻ്റെ വിജയം വാങ്കിനെ പരിഗണിക്കുമ്പോഴാണ്. അവരുടെ ലൈഫ് പരാജയപ്പെടുന്ന എപ്പോഴാണ്? ഈ ലോകവും ഖബറും പരലോകവും എല്ലാം പരാജയപ്പെടും. മരണനേരം പോലും ഫെയിലായി പോകും, ഈമാൻ കിട്ടാതെയായി പോകും, കെലിമ ചൊല്ലാൻ പറ്റാതെയായി പോകും. എന്തുണ്ടെങ്കിൽ വാങ്ക് കൊടുക്കുമ്പോൾ അതിനെ പരിഗണിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, വേറെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഫോണിലാകാം അല്ലാതെയാകാം, മറ്റു എൻഗേജഡാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാൻ കിട്ടാൻ ഒരു നിർവാഹമില്ല എന്ന ഹദീസിൽ കാണാം. അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വാങ്കിനെ പരിഗണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? എങ്ങനെ പരിഗണിക്കേണ്ടത്? വാങ്കിനെ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അമല് എന്ന് പറയുന്നത് വാങ്കിന് ഇജാബത്താണ്. മുഅദ്ദിൻ, വാങ്ക് വിളിക്കുന്ന ആൾ വാങ്ങിൻ്റെ പരിശുദ്ധമായ വചനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളതിന് ഇജാബത്ത് കൊടുക്കാം. നമുക്കൊക്കെ അറിയാലോ ഇജാബത്ത് കൊടുക്കാൻ. എന്നാൽ ഇജാബത്ത് കൊടുക്കുന്നതിൽ പോലും നമുക്ക് കമാലിയത്ത്, പൂർണ്ണത, 100 മാർക്ക് പലപ്പോഴും കിട്ടാറില്ല. അറിയാത്തത് കൊണ്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെ വാങ്ക് കൊടുക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ വാങ്ക് കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വീണ്ടും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതിന് നമ്മൾ അങ്ങനെ തന്നെ ജവാബ് കൊടുക്കും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ ജവാബ് കൊടുക്കുന്നത്, ഇജാബത്ത് കൊടുക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളും പറയും. അപ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇജാബത്ത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഇജാബത്ത് കൊടുക്കും. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ മുഅദ്ദിൻ പറയുന്നത് എന്താ? വാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായ വചനം, പരിശുദ്ധമായ നിസ്കാരത്തിലേക്ക് വരൂ എന്നുള്ള ഒരു വിളിയാളം. ഹയ്യ അലസ് സ്വലാഹ്. അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വാങ്ക് കൊടുക്കുന്നവരും ഇഖാമത്ത് കൊടുക്കുന്നവരും പറയേണ്ട ഒരു വചനമാണ് ഏത്? ഹയ്യ അലസ് സ്വലാഹ്. അവിടെ ഭൂരിഭാഗം ആളുകളും
ഹയ്യ അല സ്വലാ ലാ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന ഒരു വലിയ ഫോൾട്ട് സംഭവിക്കുന്നുണ്ട്. അവിടെ അതിന് ശേഷം ഒരു ഹാത്ത എന്ന് പറയുന്ന ഹർഫുണ്ട്, അതിനെ നമ്മൾ പരിഗണിച്ചു കൊടുക്കണം. അപ്പോൾ നിർത്തുമ്പോൾ ഹയ്യ അല സ്വലാഹ് എന്ന് പറഞ്ഞ് ഹാ കൊണ്ടാണ് അവിടെ നിർത്തേണ്ടത്. വാങ്ങ് കൊടുക്കുന്നവരിൽ പോലും പലരും ശ്രദ്ധിക്കാതെ അറിയാത്തതുകൊണ്ട് ഹയ്യ അല സ്വലാത്ത് എന്ന് പറയുന്നത് നിർത്തുന്നുണ്ട്. ശരിയല്ല ഇത്. ഹയ്യ അല സ്വലാഹ് പറഞ്ഞ് ഹാ പറഞ്ഞാണ് വഖഫ് ചെയ്യേണ്ടത് എന്നുകൂടെ മനസ്സിലാക്കാം. ഏതായിരുന്നാലും ഹയ്യ അല സ്വലാഹ് എന്ന് വാങ്ങ് കൊടുക്കുമ്പോൾ നമ്മൾ ഇജാബത്ത് എന്താ കൊടുക്കുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഹയ്യ അലൽ ഫലാഹ് എന്ന് മുഅദ്ദിൻ പറയുമ്പോൾ, ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇവിടെ ഇജാബത്ത് കൊടുക്കുന്നതിൻ്റെ കമാലിയത്ത് നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഇതേവരെ അങ്ങനെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു മാറ്റം കൂടെ ഹദീസിൽ വന്നിട്ടുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ, ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളെ പോലുള്ള ഗഡ്സുള്ള ഉലമാക്കൾ ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രഗത്ഭമാണ്. ഹദീസ് കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഉലമ ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ വാങ്ങിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഹയ്യ അല സ്വലാഹ് എന്ന വചനം കേൾക്കുമ്പോൾ അവിടെ നിന്ന് എന്താ പറയുന്നത്? ഹയ്യ അല സ്വലാഹ് എന്ന് ഇജാബത്ത് കൊടുക്കുമെന്നാണ്. മനസ്സിലായില്ല? ഹയ്യ അല സ്വലാഹ് എന്ന് വാങ്ക് വിളിക്കുന്ന ആൾ കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ സെയിം ടു സെയിം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അതല്ല തുടങ്ങുന്നത്. പിന്നെ ആ പറഞ്ഞതുപോലെ ഹയ്യ അല സ്വലാഹ് എന്ന് അവിടെ ബാങ്ക് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇജാബത്ത് നമ്മൾ പറയേണ്ടത് ഹയ്യ അല സ്വലാഹ് ആ വാക്കൊന്ന് എടുത്തു പറയണം. എന്നിട്ട് അതോടുകൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയണം. അതാണ് കമാലിയത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഹദീസുകൾ ഉദ്ധരിച്ച് ഉലമാക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുതൽ വാങ്കിൽ ഇജാബത്ത് കൊടുക്കുന്നതിൻ്റെ പോരിശ കൂടാൻ പോവാം, ഫള് കൂടാൻ പോവാം. നമ്മൾ അതേപോലെ തന്നെ ഹയ്യ അല സ്വലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം പിന്നെ റിപ്പീറ്റ് ചെയ്യും ഹയ്യ അല സ്വലാഹ്. അപ്പോൾ നമ്മളും റിപ്പീറ്റ് ചെയ്യണം ഇജാബത്ത്, ഹയ്യ അല സ്വലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇനി അടുത്ത പാർട്ട് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്ന വിജയത്തിലേക്ക് വരൂ എന്നുള്ള വിളിയാളമാണ്. അള്ളാഹുവിൻ്റെ വിളിയാളമാണ്. അള്ളാഹുവിൻ്റെ മസ്ജിദിൽ, അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മിനാരങ്ങളിലൂടെ വിളിയാളം ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്നുള്ള വിളി. ആ വിളിക്കും അങ്ങനെ തന്നെ ഇജാബത്ത് കൊടുക്കണം. ചുമ്മാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം മാത്രം പോരാ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങനെ തന്നെ പറയണം ഹയ്യ അലൽ ഫലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്നിട്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനിടയിൽ ബാങ്ക് കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞ് മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ആൾ പറഞ്ഞതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഏതാ ദുആ? അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ, അല്ലാഹുവേ ഞങ്ങളെ ഫലാഹിൻ്റെ ആളുകളിൽ, വിജയം പ്രാപിച്ച ആളുകളിൽ, വിജയം കൊടുത്ത ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരാജയം, അത് ഏത് മേഖലയാണെങ്കിലും അവിടെ പരാജയമുണ്ടെങ്കിൽ, ഇപ്പോൾ കച്ചവട സംബന്ധമായി പരാജയപ്പെട്ട് കിടക്കുകയാണ്, പഠന സംബന്ധമായി സ്റ്റുഡൻസ് പ്രയാസത്തിലാണ്, കുടുംബജീവിതത്തിൽ സഹോദര സഹോദരിമാർ വിഷമത്തിലാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ, കച്ചവടത്തിൻ്റെ കാര്യത്തിൽ, ഏതു മേഖലയായിക്കോട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പരാജയത്തിലാണോ, അവിടെയെല്ലാം ജീവിതം വിജയത്തിൻ്റെ ട്രാക്കിലേക്ക് മാറാൻ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ദുആയാണ്. ഭയങ്കര ഇജാബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഈ ദുആ മനോഹരമായി ചൊല്ലിയിട്ടുണ്ട്, ഉലമാക്കൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ സെയിം ടു സെയിം ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ എന്ന് ഒരു വട്ടം പറഞ്ഞാൽ മതി. മനസ്സറിഞ്ഞ് പറയണം, അല്ലാഹു വിജയികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാന്ന്. അത് മനസ്സറിഞ്ഞിട്ട് ഒറ്റവട്ടം പറയുക. എന്നിട്ട് ബാക്കിയുള്ള സാധാരണ പോലെ തന്നെ അല്ലാഹു അക്ബർ അങ്ങനെ തന്നെ ഇജാബത്ത് കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ തന്നെ ഇജാബത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? പരിശുദ്ധമായി വാങ്ക് വിളിക്കുമ്പോൾ പരിഗണിക്കുക, അത് മുഅ്മിൻ്റെ അടയാളമാണ്. പരിഗണിക്കാതെ സംസാരങ്ങളിൽ ഏർപ്പെടാ, ഫോണിലോ മറ്റു കാര്യങ്ങളിൽ നമ്മൾ എൻഗേജഡ് ആവുക എന്ന് പറയുന്നത് ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യമാണ്. ആഖിറത്തിൽ നായയുടെ മോന്തായവുമായി കയറി വരുന്ന ആളുകൾ വാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്നവരാണ്, ഹദീസിൽ കാണാം. അത്രയേറെ പ്രശ്നമാണ്. അതുകൊണ്ട് വാങ്കിനെ പരിഗണിക്കണം, കാതോർത്ത് നിൽക്കണം, എല്ലാ പണിയും നിർത്തണം. ഖുർആൻ ഓതാണെങ്കിൽ പോലും അടച്ചു വെക്കണം. അള്ളാൻ്റെ കലാമല്ലേ, അതിനടച്ചു വെക്കണം.
എന്നിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം. ഇജാബത്ത് കൊടുക്കുമ്പോൾ എല്ലാം മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ സെയിം ടു സെയിം പറയണം. ഇതുവരെ നമ്മൾ ഹയ്യ അല സ്വലാ ഹയ്യ അല ഫലാ അതിൽ നമ്മൾ അതേപോലെ പറയാറില്ല. ഇന്നു മുതൽ നമ്മൾ അതേപോലെ തന്നെ പറഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലി. അതേപോലെ ഹയ്യ അൽ ഫലാഹ് പറയുമ്പോൾ അതേപോലെ തന്നെ ഹയ്യ അൽ ഫലാഹ് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ. പിന്നെ വാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സാധാരണ ദുആ ചെയ്യുന്ന പോലെ ദുആ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന മനോഹരമായ അമൽ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മൂമെൻറ്റുകളിലും വാങ്ക് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിച്ച് വേണം നമുക്ക് മുന്നേറാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇജാബത്ത് കിട്ടുന്ന നേരത്ത് ഇങ്ങനെ ദുആ ചെയ്യാനും ആ വിജയികളിൽ നമുക്ക് ആ ഒരു വാക്കുകൊണ്ട് ഉൾപ്പെടാനും അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ, വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ. വ ആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.